കണ്ടില്ലേ അലോവേര ചെടി എത്ര പെട്ടെന്നാണ് വലുതായത്. ഇത് പെട്ടെന്ന് ഉണ്ടാവുന്ന ചെടിയാണല്ലേ. നിങ്ങളുടെ വീട്ടിലൊക്കെ അലോവേര ചെടി ഉണ്ടോ? സാധാരണ നിങ്ങൾ എന്തിനാണ് ഇത് ഉപയോഗിക്കുന്നത്? താളിക്കാണോ? എല്ലാവരും ഇത് താളിക്ക് ഉപയോഗിക്കുന്നതാണല്ലേ. പക്ഷേ വേറെയും ഒരുപാട് ഗുണങ്ങൾ നമ്മുടെ അലോവേരയ്ക്കുണ്ട്. അതെന്താണെന്ന് ഞാൻ പറഞ്ഞു തരട്ടെ. അപ്പോഴേ നമുക്ക് അലോവേര കൊണ്ട് താളി മാത്രമല്ല നമുക്കൊരു ജെല്ല് ഉണ്ടാക്കാം കേട്ടോ. അലോവേര ജെൽ കണ്ടോ, അതിൻ്റെ ഒരു മഞ്ഞക്കറ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും. അത് പോകുന്നത് വരെ ഇത് ഇങ്ങനെ കുത്തിച്ചാരി വെക്കണം. ഓക്കെ, നിൽക്കട അവിടെ. അപ്പോൾ അലോവേര ജെല്ല് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ വളരെ ഈസിയാണ്. നമ്മൾ താളിക്കൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെ രണ്ട് സൈഡും കട്ട് ചെയ്ത് അതിൻ്റെ നടുഭാഗം തുന്നത് ചുരണ്ടിയെടുക്കുക. എന്നിട്ട് ഈ ജെല്ലിൽ വൈറ്റമിൻ ഇ ഗുളിക പൊട്ടിച്ചിട്ടതിന് ശേഷം ഒരു ഉരുളക്കിഴങ്ങ് ജ്യൂസാക്കി ഇത് മൂന്നും കൂടെ മിക്സ് ചെയ്തിട്ടാണ് അലോവേര ജെൽ ഉണ്ടാക്കുന്നത്. ഇനി ഈ അലോവേര ജെല്ലിൻ്റെ ഗുണം എന്തൊക്കെയാണെന്ന് നിങ്ങൾക്കറിയോ? ഇത് നല്ലൊരു ഫേസ് മാസ്ക് ആണ്. അതുപോലെ ഒരു ആഫ്റ്റർ ഷേവിങ് ജെല്ലായിട്ട് ഉപയോഗിക്കാം. അത് കാരണം എന്താ വെച്ചാൽ ഇതിന് ഭയങ്കരമായിട്ട് ആൻറ്റി ബാക്ടീരിയലും ആൻറ്റി ഫംഗൽ ഗുണങ്ങളും ഒക്കെ ഉള്ളതാണ്. ഓക്കെ, മാത്രമല്ല ഇതിപ്പോൾ ഉള്ളിലേക്ക് ചെന്നാലും തന്നെ നല്ലതാണ് കേട്ടോ. കാരണം ഇതൊരു നാച്ചുറൽ ക്ലെൻസർ കൂടിയാണ് ഈ അലോവേര. അപ്പോൾ ഈ അലോവേര ജെല്ല് ഇതുപോലെ തയ്യാറാക്കിയതിന് ശേഷം ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ നമുക്ക് അത്യാവശ്യത്തിനൊക്കെ എടുത്ത് ഉപയോഗിക്കാം. മാത്രമല്ല ഇത് പൊള്ളിക്കഴിഞ്ഞാലുണ്ടല്ലോ അത് നല്ലൊരു ബേൺ റിലീഫർ കൂടിയാണ്. പൊള്ളിയ ഭാഗത്ത് നന്നായിട്ട് ഇത് പുരട്ടിക്കഴിഞ്ഞാൽ അവിടുത്തെ ഒരു ചർമ്മം അടിപൊളിയായിട്ട് ഓക്കെ ആവും. അപ്പോൾ അലോവേര ജെല്ലിൻ്റെ ഗുണങ്ങൾ ഞാൻ പറഞ്ഞല്ലോ. നല്ലൊരു ഫേസ് മാസ്ക് ആണ്, അതുപോലെ ആഫ്റ്റർ ഷേവ് ജെല്ലായിട്ട് ഉപയോഗിക്കാം, നല്ലൊരു ബേൺ റിലീഫർ കൂടിയാണ്. അപ്പോൾ ഈ അലോവേര ജെൽ ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. അലോവേര ജെല്ല് നമ്മൾ രണ്ട് ഭാഗത്തുനിന്നും ഇത് തൊലിയെടുത്തതിന് ശേഷം ചുരണ്ടിയെടുത്ത് മിക്സിയിലിട്ട് ബ്ലെൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നല്ലൊരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ ഫ്രിഡ്ജിൽ അടച്ചു വെച്ച് സൂക്ഷിച്ചാൽ നമുക്ക് ഒരാഴ്ചയോളം കേടുകൂടാതെ സൂക്ഷിക്കാൻ പറ്റും, നമുക്ക് ഉപയോഗിക്കാനും പറ്റും. അപ്പോൾ എൻ്റെ വീട്ടിലെ അലോവേര ജെല്ല് തീർന്നിരിക്കുകയാണ്, ഞാൻ അതുകൊണ്ടാണ് ഇത് എടുത്തത്. അപ്പോൾ ഞാനത് ഉണ്ടാക്കട്ടെ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ബൈ.